നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, എൻ്റെ അഭിപ്രായമല്ല, മറ്റൊരു വ്യക്തി എന്നെ അറിയിച്ച കാര്യമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ BJP പ്രതിപക്ഷത്താകാൻ സാധ്യതയുണ്ടെന്നൊരു മെസ്സേജ്. അതെന്തുമാത്രം ശരിയെന്ന് എനിക്കറിയില്ല, അത് ഞാൻ പിന്നെ പറയുകയും ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ലോക ഫുട്ബോൾ കപ്പ് അതിൽ സ്പെയിൻ ജയിച്ചു. ആ ജയിച്ചവർക്കും എല്ലാം എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുമോദനങ്ങളും ആശംസകളും. അതിൽ പൊരുതി തോറ്റവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം തോൽക്കാനും ഒരു ഇത് വേണമല്ലോ. ഈ സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ 1000 വർഷം മുൻപ് അതൊരു മുസ്ലിം രാജ്യമായിരുന്നു. അത് ക്രിസ്തീയ സഭയും ക്രിസ്തീയ നേതാക്കളും അവിടെ ചെന്ന് പ്രവർത്തിച്ച് കുറേ പേരൊക്കെ കൊന്ന് കുറേ പേര് മതപരിവർത്തനം നടത്തി ഇപ്പോൾ ഒരു ക്രിസ്തീയ രാജ്യമാക്കി കഴിഞ്ഞ 1000 വർഷമായിട്ട്. കൊർദോബ യൂണിവേഴ്സിറ്റിയൊക്കെ സ്പെയിനിലാണ്. വലിയ മുസ്ലിം രാജ്യമായിരുന്നു. വലിയ അറബി പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരൊക്കെയുള്ള രാജ്യമായിരുന്നു. അതുപോലെ ഇന്ത്യയിലും ക്രിസ്തീയ രാഷ്ട്രമാക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്ത സംഘ് പരിവാറാണ്. ഇവിടെ സവർണ മേധാവികളാണ്, ബ്രാഹ്മൺ ലോബിയാണ്. കോൺഗ്രസ് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സംഘ് എന്ന് പറഞ്ഞ് സംഘിനെ സപ്പോർട്ട് ചെയ്ത് ഭരണത്തിൽ കയറ്റിയത്. ഇന്ന് ഉറക്കം നോക്കിയിട്ട് സ്വാമിയില്ല, സ്വാമി പോരണ്ടല്ലോ, അയാൾ ആ സ്വാമി കൂടിയാണ് അതിന് കോൺഗ്രസ് ആയൊക്കെ ശ്രമിച്ചത്. അങ്ങനെയാണ്, അതാണ്. അപ്പോൾ അറബികളല്ല, ഇന്ത്യയിലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദുത്വ സമൂഹം സംഘപരിവാർ അല്ലെങ്കിൽ ബ്രാഹ്മണ ലോബി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരതിന് ശ്രമം നടത്തിയപ്പോൾ ഏതാണ്ട് ഹിന്ദുവൽക്കരണത്തിൻ്റെ നറുക്കാണ്. ഇന്ന് ഡൽഹിയിൽ ജന്തർ മന്ദിറിലും പാർലമെൻറ്റ് മന്ദിരത്തേക്ക് പല അശുഭകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയും ന്യായാന്യായങ്ങളിലേക്കല്ല നമ്മൾ കിടക്കുന്നത്. അത് ബോധ്യമുള്ളൊരു ജീവൻ കാട്ടി. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിന് ഒരു സംശയം പറയുന്നത്, ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ ഇതുപോലെ വിദ്യാർത്ഥി സമരം നടന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അന്നത്തെ ഭരണകൂടം പച്ച മലയാളത്തിൽ കൊന്നുകളഞ്ഞു. ആ ഭരണകൂടത്തേക്കാൾ ഒട്ടും മോശമല്ല ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഭരണകൂടം. ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം അവർ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഏത് മാർഗം സ്വീകരിക്കും. അവിടെ യാതൊരു ന്യായീകരണമോ നിയമമോ തത്വമൊന്നുമില്ല. അതുകൂടി ഓർമ്മ വച്ചിട്ട് വേണം, ഞാൻ ഭീരുക്കളകം പറഞ്ഞല്ല, അതുകൂടി കണക്കിലെടുക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്ക് അല്പം വിദേശ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. മറ്റൊന്നുമല്ല, ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ 1989-90 കാലഘട്ടത്തിൽ 90-94-99 അപ്പോൾ 94-95 കാലഘട്ടത്തിൽ ബഹുജൻ സമാജ് പാർട്ടി പ്രത്യേകമായി പെരുമ്പാവൂരടുത്ത് പോഞ്ഞാശ്ശേരി എന്നൊരു സ്ഥലത്ത് ഞാനത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കല്ലട സുകുമാരൻ സാറ് പ്രസിഡന്റ്. ഞങ്ങൾ ഒരു പങ്കെടുത്ത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിന്നെ അമേരിക്ക ഇറാഖിനോട് സപ്പോർട്ട് ചെയ്ത് കുവൈത്തിൽ കയറാൻ പറയും. അത് അമേരിക്കയുടെ തന്ത്രമാണ്, വഞ്ചനയാണ്, തട്ടിപ്പാണ്. പിറ്റേ ദിവസം എൻ്റെ വാർത്ത വന്ന കൂടെ തന്നെ പെട്ടിക്കോളത്തിൽ അന്ന് ഇറാഖിലെ അമേരിക്ക അംബാസിഡർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് സദ്ദാമിനോട് പറഞ്ഞത്, നിങ്ങൾ ഇറാഖായിട്ട് 8 വർഷം യുദ്ധം ചെയ്ത് തകർന്നിരിക്കല്ലേ, കുവൈത്തിലാണെങ്കിൽ സമ്പത്തോട് കുന്നുകൂടി കിടക്കുക, അങ്ങോട്ട് കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദം കൊടുത്തിട്ടാണ് സദ്ദാം കയറിയത്. അനുവാദം കൊടുത്ത് സദ്ദാമിൻ്റെ 1000 ട്രക്കും പട്ടാളക്കാരും കുവൈത്തിൽ കയറുന്നത് ചാര ഉപഗ്രഹങ്ങളിൽ കൂടി അമേരിക്ക അത് നേരെ സൗദി ഭരണകൂടത്തെ കയ്യിലേക്ക്. ഇപ്പോൾ കുവൈത്താണ്, നാളെ നിങ്ങൾക്കാകാം, ജിദ്ദയും ഒക്കെ ആകാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഭരണകൂടം തയ്യാറായെങ്കിലും ഉലമാ കൗൺസിലിലൂടെ, അതൊരു അറബി രാജ്യമല്ലേ,
അവർ അനുവാദം കൊടുത്തില്ല, അത് അപകടം മനസ്സിലായി. പക്ഷെ നിർബന്ധിച്ച് നിൽക്കുകളില്ലാതെ മൗനം സമ്മതം പോലെ ഒരു ചെറിയ അനുവാദം കൊടുത്ത്. അങ്ങനെയാണ് ഇന്ന് ഇത് 95 അല്ല 94 94 പോയിട്ട് ഇത്ര വർഷം 2035 വർഷമായിട്ട് അമേരിക്കയിലെ പുലിപ്പട്ടാളങ്ങൾ ചെലവും വെള്ളവും മദ്യവും പെണ്ണും ഒക്കെ ആയിട്ട് സൗദി അറേബ്യയുടെ ചില മേഖലകളിൽ അങ്ങോട്ട് സൗദി രാജാവിന് കിടക്കാൻ പറ്റില്ല. അവിടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് എന്തും ഓർക്ക് കാണിക്കാൻ ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ പുലിത്തെല്ലാവരും വീട്ടിൽ കൊണ്ട് കാലിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏരി ചോദിച്ചാൽ അവിടെ നമ്മൾ ആ വീട്ടുകാർ ചെല്ലേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. അപ്പം മനസ്സിലായില്ലേ, അമേരിക്കയിലെ ഇസ്രായേൽ ലോബിയുടെ അല്ലെങ്കിൽ സിയോണിസ്റ്റുകളുടെയും പാൻ അമേരിക്കയുടെയൊക്കെ തട്ടിപ്പും വഞ്ചനയും അവർക്ക് ഭൗതിക നേട്ടമാണ്, അതിൽ കവിഞ്ഞ ഒന്നുമില്ല. ഇത് പറയുമ്പോൾ ഇന്നൊരു വാർത്തകൾ കേട്ടുകയാണല്ലോ, ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് കയറിയെന്നും ഒരുപടി നാശനഷ്ടം വരുത്തിയെന്നും പറഞ്ഞ് വാർത്ത പറഞ്ഞു. ആ സംഭവത്തിൻ്റെ പൊരുൾ ഇന്ന് വാർത്ത പറഞ്ഞു. എന്താണത്? ഇത്രയും സന്നാഹമുള്ള ഇസ്രായേലിന് ഈ ഗാസയിലെ ഹമാസിൻ്റെ പാർട്ടിയും പഴയ മോട്ടോർ സൈക്കിളായിട്ട് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? മനഃശാസ്ത്ര കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഇത്. അത് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇന്ന് അവർ പറയുന്നത് 4 പ്രധാന ഏജൻസികൾ ഈജിപ്റ്റ് ആദ്യം അറിയിച്ചു, മറ്റ് പല ഏജൻസും പത്രക്കാരും ഒക്കെ അറിയിച്ചു ഇത് ഇങ്ങനെ ഒരു സംഭവം. അതെല്ലാം കേട്ട് അറിയിക്കാതെ ഇരുന്ന് അവർ തലേ ദിവസം ഒരു ആഘോഷം ഉണ്ടായില്ലോ, അവരെ 60-ാം വർഷമാട്ടെ, അതിൻ്റെ ആഘോഷത്തിൽ മയങ്ങിക്കിടന്ന് വീരം കിട്ടിയവർ അറിയിച്ചില്ല. അങ്ങനെ അതായത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ വരെ ഓഫ് ചെയ്തിരിക്കാറ്, യാതൊരു ചലനമില്ലാതെ അങ്ങനെ കയറിയത്. എന്താ കാരണം? അങ്ങനെ കയറിയെങ്കിലേ ഗസയിലുള്ള ജനങ്ങളെ കൊല്ലാൻ പബ്ലിക്കിന് ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അതാണ് നമ്പർ 1 വഞ്ചന. അവിടെ കൊണ്ട് തീർന്നില്ല. അമേരിക്കയിലെ ഇരട്ട ഗോപുരം ആക്രമിച്ചില്ലേ, ജയചന്ദ്ര വക്കീൽ സമ്മതിക്കില്ല അത്. പക്ഷേ അന്ന് 4000-ഓളം യഹൂദന്മാരുടെ ജോലി ഉണ്ടായി. ആ 4000 പേരും അന്ന് ലീവിലായിരുന്നു. ഒരാളോ 2 ലീവ് എടുത്താൽ മനസ്സിലാക്കാം. ഈ 4000 പേരൊക്കെ ലീവ് എടുക്കില്ല, അവർക്കറിയില്ലേ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിവുണ്ടെന്ന് മാത്രമല്ല, അവരുടെ പൂർണ്ണ സപ്പോർട്ട് കൂടിയും ട്രെയിനിങ് കൂടിയാണ് 2 അറബി നാമധാരികൾ അവിടെ ഗോപുരം തകർത്തത്. ഞങ്ങളുടെ അങ്ങനെയാണ് 3ാമത്തെ വിമാനം വന്നപ്പോഴല്ലോ അവരെ വെടിയിച്ചല്ലോ. അത് പോകുന്ന പെൻറ്റഗൺ അല്ലാതെ അമേരിക്കൻ ആസ്ഥാനത്തേക്കാണ്. അത് പറ്റില്ല. അതിൻ്റെ പേരിലാണ് ഈ ലിബിയയിലേക്കും പിന്നെ ഇറാഖിലേക്കൊക്കെ കയറിയത്. അവർക്ക് 2-3 കായൽ വേണം. ലോകത്ത് ഏറ്റവും കൂടുതൽ തണുപ്പും ഉള്ള രാജ്യമാണ് യൂറോപ്പിൽ. അവർക്ക് ചൂടിന് ഇന്ധനം വേണം, ലഹരിക്ക് അല്ലെങ്കിൽ ചൂടിന് ഇന്ധനം, പിന്നീട് ലഹരി ആയുധം വേണം ഉന്മേഷത്തിന്. അത് രണ്ടും കിട്ടിയിട്ട് ഇറാഖ് പിന്നെ ഇതിലാണ്, അഫ്ഗാനിസ്ഥാനിലാണ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യയിലെ കൊച്ചി ഇടുക്കിക്കാണ്. ഇടുക്കിയിൽ ഇന്ന് കഞ്ചാവ് ഉൽപ്പാദിപ്പിച്ച്, കഞ്ചാവല്ല ഹെറോയിനൊക്കെ ഉണ്ടാക്കി പട്ടിയുടെ വായിൽ ഭക്ഷണത്തിന് കൂടെ ക്യാപ്സ്യൂളാക്കി കൊണ്ടുപോയാണ് വിദേശ രാജ്യം കൊണ്ടുപോയത്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു പട്ടി കൂടി 10, 20 അല്ലെങ്കിൽ ഒരു 100 ഗ്രാം കൊണ്ടായിരിക്കും. അത് പറ്റാത്തത് കൊണ്ടാണ് ചില ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് അവർ ഗ്രീൻ ചാനൽ വഴി പോകുമ്പോൾ ഈ സാധനം 5-10 സൂട്ട് കേസിൽ ഒരു സൂട്ട് കേസ് ചുരുക്കി 30 കിലോ, 1 കിലോയ്ക്ക് ഇന്ന് 200 കോടി രൂപ. 1 കിലോ ഹെറോയിന് ഇന്ന് ലോക മാർക്കിൽ 200 കോടി ഇന്ത്യൻ രൂപയുണ്ട്. അപ്പോൾ 30 കിലോ ഉണ്ടെങ്കിൽ എത്രയായി? 200 ഇൻറ്റു 2000 6000 കോടി. ഇത് 6000 കോടി രൂപ. 200 10 200 2000 60,000 കോടി രൂപ വരും. നിസ്സാര സംഖ്യയല്ല. 200 ഇത് 2000 2000 6000 കോടിയാണ്. 6000 കോടി രൂപ വരും. 6000 കോടി നിസ്സാര കാര്യമാണോ? അങ്ങനെയാണ് ചില ദൈവങ്ങൾ നടത്തുന്നത്. പേര് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് കയറാൻ അവസരം ഉണ്ടെങ്കിൽ. ഇപ്പം ഇത് പറഞ്ഞു വരുന്നത് ഈ അടുത്ത ദിവസം ഇന്ന് 2-3 സംഭവങ്ങൾ ലോകത്തുണ്ടായി അമേരിക്കയുടെ ബന്ധപ്പെട്ട്. ഒന്ന് സോമാലിയ ലാൻഡ് എന്ന് പറഞ്ഞാൽ, സോമാലിയ 2 പിളർത്തേക്ക്, ഒന്ന് സോമാലിയ ലാൻഡാക്കി ഇസ്രായേലിൻ്റെ സ്ഥലത്ത്. അവിടുത്തെ ഭരണാധികാരി ഇസ്രായേലിലാണെന്ന് അവരുടെ ധാരണപത്രം വെച്ചേക്കാം. രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞെങ്കിലും അത് അപകടമാണ്.
അത് അപകടമെന്ന് പറയാൻ കാരണം രണ്ട് പോയിന്റ് പറയും. ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെ 1978 പാവം മൊയ്തീൻ ഷാ ഹജ്ജിന് ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ ചെന്ന് ഈ ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ഒട്ടുകയും ആടിയും അറുത്ത് വെറുതെ നശിപ്പിച്ച് ഒന്നോ രണ്ടോ കഷ്ണം കൊടുക്കും, ബാക്കി കളയും, ആൾക്ക് തിന്നോ? അത് കിടങ്ങി കൊണ്ടിട്ട് മണ്ണിട്ട് മൂടാണ്. അതേസമയത്ത് ഈ പറഞ്ഞ എന്താണ് സോമാലിയ, ലിത്വാനിയ, മറ്റേ സുഡാന്, അതുപോലെയുള്ള പട്ടിണി രാജ്യങ്ങൾ, അത് മുസ്ലിം രാജ്യങ്ങൾ, അവർക്ക് കൊടുത്തുകൂടെ എന്ന് ഞാൻ എൻ്റെ അറിയപ്പെടുന്ന ഒരാളുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇതിൽ പിറ്റേ വർഷം പോലെ അത് കൊടുത്തു തുടങ്ങി. അങ്ങനെ സോമാലിയ ഇത് പറയുമ്പോഴാണ് അമ്മൻ രാജാവ്, അബ്ദുള്ള രാജാവ്, അമ്മാനിലെ അബ്ദുള്ള രാജാവിന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മരിച്ച ഗോൾഡമേർ സുന്ദരിയായിരുന്നു, 21 വയസ്സിന് മറ്റേ അവർ വിദേശകാര്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ വിദേശ മന്ത്രി സെക്രട്ടറിയോ, അവർ അമ്മൻ രാജാവ് കണ്ട് സംസാരിച്ച് ചെറിയ രഹസ്യ സമ്പാദിതത്തിന് ഫലമായിട്ട് ഒപ്പിട്ട് കൊടുത്തത്. അങ്ങനെ ഇസ്രായേൽ രൂപീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അറബി രാജ്യങ്ങളിൽ ചില മണ്ടന്മാർ, ചില ബുദ്ധിശൂന്യർ, ചില വൃത്തികെട്ടവരുണ്ട്, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ സൗദി അറേബ്യ സംബന്ധിച്ച് നിങ്ങളും മനസ്സിലാക്കണം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 1945 വരെയും ഈ എണ്ണ കണ്ടുപിടിക്കുന്ന കാലം വരെയും അവിടെ ആകെ വരുമാനം ഹജ്ജിന് വരുന്ന വിദേശ ആൾക്കാരിൽ നിന്നാണ്. അത്ര ദാരിദ്ര്യം അനുഭവിച്ച രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷെ പ്രവാചക കാലത്തും സൗദി അറേബ്യയിൽ സ്വർണ്ണ ഖനികളും ഈ പോലെ ഗ്യാസും 1000 വർഷത്തേക്കുള്ള ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പെട്രോൾ ഉൽപ്പന്നങ്ങളുണ്ട്, സ്വർണ്ണമലയുണ്ട്. ഞങ്ങളൊക്കെ പോയപ്പോൾ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോകുമ്പോഴല്ലോ ഒരു മല കംപ്ലീറ്റ് സ്വർണ്ണമാണ്. അവിടെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 40% സ്വർണ്ണം കിട്ടുവാണ്. നമ്മുടെ ഇവിടെ കാൽക്കൂറിലുണ്ടല്ലോ ആസ്ട്രേലിയയിൽ, ഇവിടെ കോലാർ ഖനിയുണ്ട് കർണാടകയിലെ. കോലാർ ഖനി നിർത്തിയത് മുതലാകുന്നില്ല, കാരണം 1 കിലോ ഉരുക്കാണ്ട് 1 ഗ്രാം പോലും കിട്ടുന്നില്ല, അങ്ങനെ മുതലാകും നിർത്തി. അങ്ങനെ ഉണ്ട്. അത്ര ദരിദ്ര രാജ്യമായിരുന്ന സൗദി അറേബ്യ ഈ ഇത്രയും അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഗട്ടർ എന്ന് പറയും, ഗട്ടർ വെച്ചാൽ കുഴി, ഈ റോഡിൽ പോകുന്ന നമ്മൾ കട്ടറ എന്നും പറയുന്ന ആടന്മാര്, ആ ഗട്ടറിൽ ഒരു ഗോതമ്പണി വീണ സൂചിയോട് കുത്തിയെടുക്കും. അത്ര ദരിദ്ര രാജ്യമായി സൗദി അറേബ്യ ഈ പാർഭാടത്തിൻ്റെയും ലക്ഷറിയുടെയും പര്യായമാണ്. എന്നിട്ട് 40-ന് ശേഷം എത്ര വർഷമായി? 55, 75, 80 വർഷമായി രണ്ടാം ലോക മഹായുദ്ധം കിട്ടി. ഇതേവരെയും ആ കള്ളന്മാരുകൾ കളിത്തോക്കുകളുണ്ടായിട്ടില്ല. ഈ അമേരിക്ക ആശ്രയിച്ച് അമേരിക്ക കപ്പം കൊടുത്ത് സുഖിച്ച് പെണ്ണ് പിടിച്ച് വെള്ളമടിച്ച് നടക്കാണ്. അത് സൗദി മക്കത്ത് അവിടെ അവർ നേർച്ചക്കുറ്റിയില്ല, എന്നാൽ നേർച്ചക്കുറ്റിയില്ല, ഒരു പിരിവുമില്ല, ഓ സമ്മതിച്ചു. ഈ അടുത്താത്ത ചെറിയ പരിപാടികൾ. പക്ഷെ ഈ 50, 40, 30 ലക്ഷം ജനങ്ങൾ എത്ര ആയിരം കോടി രൂപയാണ് കൊല്ലം കൊണ്ടുവരുന്നത്. ഇതൊക്കെ അവിടെ ചിലവാകല്ലേ. അങ്ങനെ വരുമാനം കുന്നുകൂടി ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും ഇറാഖിന്റെ സംരക്ഷണത്തിന്റെ പേരിൽ സൗദി അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ലോബിയെ ജിദ്ദയില് 10,000 കോടി രൂപയുടെ ഇത് കൊടുത്ത് അവിടെ സംവിധാനം ഉണ്ടാക്കാണ്. ആർക്കു വേണ്ടി? അപ്പൊ ഈ മണ്ടന്മാർ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇറാഖിനോടല്ല നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ ഇറാനോടല്ല നമുക്ക് താല്പര്യം നമ്മുടെ മാതൃരാജ്യം ഇന്ത്യയോടാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എങ്കിലും ഇറാൻ ഈ കോർപ്പറേറ്റുകളെ അല്ലെങ്കിൽ സാമ്രാജ്യത്തെ എതിർക്കുന്നതാണ് ചെറിയൊരു ദയവ് കാണിക്കുന്നത്. അത് ഇന്ത്യ ഗവൺമെന്റ് അനുകൂലിക്കില്ലെങ്കിൽ നമ്മൾ മാറും. അവര് പറഞ്ഞ് ഞങ്ങൾ അമേരിക്കയുടെ ആയുധപ്പോരിയാണ് നശിപ്പിക്കുന്നത്, അല്ല നിങ്ങളെ അല്ല എന്ന് പറഞ്ഞിട്ട് അതും വയ്ക്കാതെ കുവൈത്തും ഇറാൻ എല്ലാം ഗൾഫ് രാജ്യം ചേർന്നിട്ട് അമേരിക്ക ഇസ്രായേൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പോണപ്പോൾ ഇറാഖ് നശിക്കും, അവർ നശിക്കും. അതിൻ്റെ ഒരു ഓവൽബൽഗായിട്ടാണ് നമ്മുടെ ലിബിയയിലെ ആള്, അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് എഗ്രിമെന്റ് ഒപ്പിടാൻ പോയേക്കാം. അല്ലെ അബ്രാഹം കരാറുണ്ട് ദുബായ് ഒക്കെ ഉണ്ടാക്കി ഇസ്രായേൽ പിന്നെ സൗദി അറേബ്യക്ക്. അതുകൊണ്ട് കൂടിയാണ് അവസാനം ഒരു കേരള സമ്മിച്ചൊക്കെ. അപ്പം അങ്ങനെ സംഭവം നടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും അത് നമ്മളെ ഗുണം ചെയ്യുന്നതല്ല, നമ്മൾ നന്നാക്കിയൊന്നുമില്ല, അത് അവർക്ക് അറിയാമല്ലോ. ഇസ്രായേലും ഈ അറബി നാടുകളെ തകർത്ത് അവർ ആധിപത്യം ലോകത്ത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രം, യുക്തി, ബുദ്ധി മാത്രമാണ് എന്ന് നമ്മൾ ആമുഖമായിട്ട് പറയണം.
ആ പറഞ്ഞു നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു. ടൈം പോളിൽ ഇനി ജന്തർ മന്ദറിൽ സമരം. ഇപ്പൊ കോൺഗ്രസ് 12 വർഷം കഴിഞ്ഞ് മോഡിജി അധികാരത്തിൽ വന്നിട്ട്, അതിനു മുമ്പ് വാജ്പേയി ഉണ്ടായെങ്കിലും അത് അത്ര അങ്ങോട്ട് പോയില്ല. 12 വർഷമായിട്ട് ഇപ്പോൾ ഈ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും കാണിക്കുന്ന കാണിക്കുന്ന കാര്യം ഒരു 10 വർഷം മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ BJP ഇത്രയും വരില്ലായിരുന്നു. ഇത് BJP എല്ലാ നിലയിലും A to Z മേഖലയിൽ അവർ കൈവശപ്പെടുത്തി, പണം കൊടുത്തുമല്ലാതെ. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അഴിമതിയിൽ എത്ര ആയിരം കോടി രൂപ, മറ്റ് നോട്ട് ചെയ്തപ്പോൾ എത്ര ആയിരം കോടി രൂപ വിദേശത്ത് അങ്ങനെ എല്ലാം ഉണ്ടാക്കി അവർ എല്ലാം വഴിക്കാണ്. അതുകൊണ്ടാണ് BJP ഒരുപക്ഷെ ശ്രമിക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ BJP ഏതാനും മാസങ്ങൾക്കകം പ്രതിപക്ഷമാകുമെന്ന് പറഞ്ഞ മഹാ കാർത്തികൻ ഇതാണ് പറഞ്ഞത്. എന്തുമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് മുഖ്യമന്ത്രി മാറ്റണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ഞാൻ എതിർക്കില്ല. നമ്മൾ UDFൻ്റെ ഭാഗം തന്നെയാണ്. അവർ പറയുന്ന പോയിന്റ് ഇതാണ്: ഏതാനും മാസങ്ങൾക്കുള്ളിൽ സതീശൻജി രാജിവയ്പ്പിക്കുകയോ ചെയ്യും. സതീശൻജി രാജിവയ്പ്പിച്ചാലും വെറുതെ ഇരിക്കില്ല. അത് നിസ്സാരക്കാരല്ല സതീശൻജി, ആളും അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പായിട്ട് ഒരു 20 പേരെങ്കിലും അദ്ദേഹത്തിന് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരാൾക്കൊരു 10 കോടി കൊടുത്താൽ 200 കോടിയല്ലേ ഉള്ളൂ. BJPയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയൊക്കെ 200 കോടിയൊക്കെ ഒരു മിഠായി കാശാണ്. അത്ര കോടിയാണ് കൊടുക്കുന്നത്. 20 പേര് പോന്നാൽ പ്രതിപക്ഷത്ത് ഇപ്പം എത്രയുള്ളത്? 35 പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ആ 35 പേരിൽ ഇതുപോലെ പണം കൊടുത്താൽ ഒരു നല്ല ശതമാനം പുറത്തു വരും. അങ്ങനെ നല്ല ശതമാനം പുറത്തു വരികയും ഇദ്ദേഹത്തെ 20 വന്നാൽ 35ൻ്റെ സ്ഥാനത്ത് അവിടുന്ന് ഒരു 10 പേര് വന്നെങ്കിൽ അയക്കാം. അപ്പോൾ ബാക്കി 25 എന്ന് പറഞ്ഞാൽ ബാക്കി 26 MLA-മാരുണ്ടെങ്കിൽ അവനായിരിക്കും പ്രതിപക്ഷം. മനസ്സിലാകുന്നുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, BJP നേതാക്കൾ ആ പറഞ്ഞ മഹാൻ മണ്ടനൊന്നുമില്ല. കാരണം 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തെ കളിയാക്കി, പൊട്ടില്ലാന്ന് പറഞ്ഞു. ഇപ്പം വിമാനത്താവളം 1969 എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറുമെന്നും മൊയ്തീൻ ഷാ പറഞ്ഞപ്പോഴേ മൊയ്തീൻ ഷാ ഭ്രാന്തനാക്കി. അതുപോലെ അന്ന് പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും ഭ്രാന്തനാക്കി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു. ആകെ 140 സീറ്റ്, അതിനെ 1/3 ആകുമ്പോൾ 34, 47, 12 പോയിരുന്നത് 47 ഒരു ഭാഗം വരുന്നത്. മനസ്സിലല്ലേ? ഒരു ഭാഗം 47, അപ്പോൾ 141 ആവും. ആ ഒരു ഭാഗം 47 സീറ്റ് കിട്ടിയാൽ ഭരിക്കാം. പിന്നെ ഒരു സീറ്റ് കൂട്ടിയ ഒരു സീറ്റ് കൂടുതലുണ്ട്, 41 സീറ്റ് കൂടുതലുണ്ട് ഒരു സീറ്റ്. ആ 47 സീറ്റുള്ള ഭരിക്കാമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മാറിക്കും, കമ്മ്യൂണിസ്റ്റ് മാറിക്കും, യോജിക്കാതെ വന്നാൽ 30 സീറ്റുള്ള സുരേന്ദ്രൻ്റെ കൂടെ എത്ര സീറ്റ് വേണം? 47ന് 17 സീറ്റ് മതി. ഈ 17 സീറ്റ് ഈ 2 പാർട്ടിയും വാങ്ങിക്കാം, അങ്ങനെ ഭരണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മണ്ടത്തരൊന്നുമില്ല. സുരേന്ദ്രൻ്റെ ബുദ്ധിയല്ലത്, അത് ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞ് സുരേന്ദ്രൻ കേട്ട് സുരേന്ദ്രൻ പറഞ്ഞാണ്. സുരേന്ദ്രൻ ആ ബുദ്ധിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലത്ത് തൊട്ട് BJP പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു വിഭാഗം, അല്ലെങ്കിൽ ഒരു വിഭാഗം കോൺഗ്രസ് പാർട്ടി, ഒരു വിഭാഗം BJPയിലേക്ക് പോയാൽ BJP പ്രതിപക്ഷമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മൺചിറയാണ് സാർ. മൺചിറ അങ്ങനെ ഉറച്ചിരിക്കണേ ഒരു കുഴപ്പമില്ല. വെള്ളം എത്ര കൊല്ലം ഒഴിക്കും, അതിൽ ഒരു സൂചിക്കുത്ത് വീണാൽ വെള്ളം ഒഴുകി മടം മുഴുവൻ പോവും. അതുപോലെയാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകം. അത് ഒരു പിന്നെ അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങനെ മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ BJP പ്രതിപക്ഷത്താകുമെന്ന് കണ്ടാൽ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും മുന്നിലുള്ള പല MLA-മാരും BJPയിലേക്ക് പോകും. ഒരു പ്രയാസമില്ല.
അങ്ങനെ പോയി നാളെ BJP ഏതായാലും മാസങ്ങൾക്കുള്ളിൽ പ്രതിപക്ഷമാകും എന്ന് പറഞ്ഞത് തീരെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയത്തിൽ 4-4-8 അത് 7 ആകാം 9 ആകാം. ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരായത് EMS കമ്മ്യൂണിസ്റ്റുകാരെ താത്വികാചാരം ഭരിച്ചില്ലേ. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രു സ്ഥിരമായ മിത്രം ഇല്ലെന്നേ. അത് ഡിപ്പെൻഡ് upon സബ്ജക്റ്റ്. അത് സബ്ജക്റ്റ് അനുസരിച്ചാണ് മാറുന്നത്, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ടാണ്, അല്ലെങ്കിൽ കാലത്തിന് അനുസൃതമായത്. അങ്ങനെയൊക്കെ വന്നാൽ ഏതാനും മാസങ്ങളിൽ BJP കേരളത്തിൽ പ്രതിപക്ഷമാകുമെന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ കളിയാക്കാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റുമോ? ഭ്രാന്താന്ന് പറയാൻ പറ്റുമോ? ഒരു സാധ്യതയുള്ള മേഖലയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. സാധ്യതയുടെ തമ്പുരാക്കന്മാരുടെ രാഷ്ട്രീയക്കാർ അവർ സാധ്യത ഉണ്ടാക്കും. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയും പോലെ അവർ ആവശ്യം വന്നാൽ അവർ ആ സാഹചര്യം ഉണ്ടാക്കും. അതിനും ആർക്കും മടിക്കില്ല. അതായത് എന്തിനാണ് മെയ് 1-ാം തീയതി നമ്മുടെ ഇന്നത്തെ CM കർണാടകയിലെ മംഗലാപുരത്ത് രഹസ്യമായിട്ട് ചാർട്ടഡ് ഫ്ലൈറ്റിൽ പോയതെന്നുള്ളത് ഇതുവരെ ആ മനുഷ്യൻ വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത്. നിങ്ങൾ സംശയം തിരുത്താം. അദാനിയായിട്ട് ബന്ധം, അദാനിയെ സംബന്ധിച്ച് 100 കോടി 500 കോടി 1000 കോടി എന്നൊരു വിഷയമേ ഇല്ല. ചാക്കിൽ നോട്ട് കെട്ടുകയാണ്. എന്താണ് സുരേന്ദ്രന്ന് മത്സരിച്ചപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മത്സരിച്ചറിയോ? ഒരു സ്ഥലത്ത് തന്നെ മത്സ്യം അവിടെ നിന്ന് മാറിയാൽ പറ്റില്ല. 2 സ്ഥലത്താകുമ്പോൾ ഹെലികോപ്റ്റർ അപ്പോഴും കൂടി പോകുക. അപ്പോൾ ഈ നോട്ട് കൊണ്ടുവരുന്ന സൗകര്യമുണ്ട്. ചില പ്രധാനമന്ത്രിയൊക്കെ വരുന്ന വണ്ടിയിലൊക്കെ ആരും ചെക്ക് ചെയ്യടോ? പ്രധാനമന്ത്രി വരുന്നൊരു വാഹനം ഏതെങ്കിലും പോലീസ് ചെക്ക് ചെയ്യോ? ഏതിൽ ED ചെക്ക് ചെയ്യോ? ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നൊരു വാഹനം ഏതിൽ ED ചെക്ക് ചെയ്യോ? എത്ര സിമ്പിളാണ് കാര്യം. എത്ര കോടികളാണ് പറയുന്നത്. അത് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ, ഇത് വലിയ രീതിയിൽ. ഇന്ദിരാഗാന്ധി ഇലക്ഷൻ കേരളത്തിലേക്ക് 140 പകരം 140 പണ്ടത് 200 ജീപ്പ് കൊടുത്തുവിട്ട് മഹീന്ദ്രയുടെ ഇവിടെ നിന്ന് ഓടി 1 മാസം ഓടിക്കഴിഞ്ഞപ്പോൾ ടയർ മാറ്റി സർവീസ് ചെയ്ത് പോയി വിറ്റ്. അന്ന് ഇന്ദിര പറഞ്ഞ ഇന്ദിര രാജ്യമായിരുന്നു. ഇന്ദിര എന്ന രാജ്യം തന്നെയാണ് നടന്നിരുന്നത്. ഇന്നിപ്പോൾ അതിന് വലിയ വേർഷൻ നടത്തുന്നു മോഡി. അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. കള്ളന്മാർ 2 കൂട്ടം തന്നെ തന്നെ തോന്നിയാസം അല്ലെങ്കിൽ അഹങ്കാരവും ഒക്കെ ഉള്ള കണക്കാണ്. കോൺഗ്രസ് മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ ഇവിടെ BJP വരില്ല. കോൺഗ്രസ് കാലുവാറി വഞ്ചന കാണിച്ചു, അല്ലെങ്കിൽ പേടിച്ചുപോയി. അതാണ് കാര്യം. ഇത് തിരുത്താനും പറ്റില്ല. ഞാൻ പറഞ്ഞ നെഹ്റുവിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞപ്പോഴേ ഇവിടെ ചോലരും കുത്തി കൊള്ളിച്ച് ഞാൻ പറഞ്ഞു ശരിയല്ലടോ, ഇത് മനഃശാസ്ത്രമല്ലേ. നെഹ്റുവിന് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്പലത്തിൽ പള്ളിയിൽ മാബരി മാസിൽ വെച്ച വിഗ്രഹം തീർത്ത് മാറ്റാൻ പ്രയാസമുണ്ടോ? അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ആത്മാർത്ഥ പറയാൻ പറ്റുമോ? അല്ല, നെഹ്റു നേരിട്ട് RS-കാരനൊന്നും ഞാൻ തങ്ങൾ പറയുന്നില്ല. പക്ഷെ RS-നോട് ഒരു ചെറിയ സിമ്പതി, സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നതിൻ്റെ ഒരു പല ഉദാഹരണം അത്. അതൊക്കെ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞ ആൾക്കാർ കേട്ട് മനസ്സിലാക്കി. സൺഡേ അത് കുറച്ച് ആൾ കുറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് അത്ര തൃപ്തികരമല്ല. എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യുവജനങ്ങളാണ് ഈ പടുബുദ്ധന്മാർ. 90-95 വയസ്സുള്ള ആന്റണി പോലെ, അല്ലെങ്കിൽ ഗാർഗെ പോലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള പടുബുദ്ധന്മാരല്ല, നല്ല യുവാക്കളാണ്. 30 താഴെയുള്ള വിദ്യാസമ്പന്നർ കൂടിയാണ്. അധികം കോളേജ് വിദ്യാർത്ഥികളാണ്. അവർക്ക് രാജ്യത്ത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ചെറുപ്പക്കാരായിരിക്കണം, അവർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. വെറും തൊഴിലാളികൾ വന്നിട്ടല്ല. തൊഴിലാളികൾ വന്നല്ലോ, കർഷക തൊഴിലാളികൾ 1 വർഷം പഠിച്ചില്ലേ. എന്നിട്ട് ഇത് ഏതാണ്ട് 20 ദിവസം ഇപ്പോൾ ഏതാണ്ട് തീരുമാനമാകുന്നു. വ്യത്യാസമല്ലേ? കർഷക തൊഴിലാളികൾ സാധാരണക്കാർ അധ്വാനിക്കുന്നവർ, അത് കുറ്റപ്പെടുത്തല്ല. അവർ 1 വർഷം നടത്തിയ ശേഷം എന്തോ ചെയ്ത് നേടിയത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഇട്ട് തന്നുകൊണ്ട് ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.